അപ്പോൾ ഒരു SUV നോക്കുന്ന ആൾക്ക് എന്താണ് ബ്രസയിൽ നിന്നും കൂടുതൽ ഈ ഒരു ഗ്രാൻഡ് വിറ്റാര കിട്ടുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മൾ കണ്ടേക്കാം. മാരുതി സുസുക്കി വിറ്റാരയുടെ 1.5 K സീരീസ് എഞ്ചിനുള്ള മോഡൽ ഓടിക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മാനുവലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓഫ് റോഡ് ഇവന്റ് നടന്നു. അതായത് ഓഫ് റോഡ് ട്രാക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഓഫ് റോഡ് ഇവന്റ് നടന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം, തിരിച്ചു വരാം. ഓക്കെ, ആ ഓഫ് റോഡ് ഇവന്റിന്റെ കാര്യം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓഫ് റോഡിന്റെ കാര്യങ്ങളൊക്കെ? അതായത് ഒരു ഗ്രാൻഡ് വിറ്റാര ക്യാൻ ഡു ദീസ് മച്ച് തിങ്സ്. അത് ഓൾ ഗ്രിപ്പാണ്. ഓൾ ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1.5 തന്നെയാണ് കേട്ടോ. 103 PS 136.5 Nm അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പവർ ടോർക്ക് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ബ്രസേ കണ്ട K സീരീസ് എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഓൾ ഗ്രിപ്പ് കൂടി ചേർന്നപ്പോൾ ഒരു ഇത്തിരി കൂടി കാപ്പബിൾ ആയ വണ്ടി എന്നുള്ളതാണ്. അപ്പോൾ ഓഫ് റോഡ് കൂടി ചെയ്യാൻ പറ്റിയ ഒരു മാരുതിയുടെ വണ്ടി എന്ന് പറയുന്നൊരു റിലവൻസ് ഈ ഒരു വിറ്റാരയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു വിറ്റാര എന്ന് പറയുന്നത്, ഞാൻ ഓടിക്കുന്ന വിറ്റാര എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 സ്പീഡ്, ഇത് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടറാണ്. അതായത് മാരുതി കുറേ കാലം കൊണ്ടുവന്നിരുന്ന ആ ഒരു 4 സ്പീഡ് മാറിയിട്ട് 6 സ്പീഡായി. അതായത് ബ്രസയിലാണ്. അവിടെ നിങ്ങോട്ട് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരിലും ആ ഒരു ഗിയർ ബോക്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയെ കുറിച്ച് പറയാം. കാല് കൊടുത്താൽ ഇപ്പോൾ ഓട്ടോയ്ക്കണം ഒരു ഇത്തിരി തിരുവാണ്ട് റിസ്ക്കിയാണ്, പക്ഷേ കാല് കൊടുത്താൽ കയറി പോകുന്നുണ്ടോ? അതായത് ഈ ഒരു ഓട്ടോമാറ്റിക്കിന്റെ കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ ഈ ഒരു തിരിവിൽ ആ ഒരു ബോർഡർ റോളിനെ കുറിച്ച് കൂടി പറയണം. നല്ല ഒരു കൺട്രോൾ ഉണ്ട് വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഗിയർ ബോക്സിലേക്ക് വരികയാണ്. ഇത് ഒരു ഓട്ടോമാറ്റിക്കാണ്, പാഡ് ഷിഫ്റ്റ് അടക്കം മാനുവൽ മോഡുള്ള ഒരു ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ ഫൺ ഫാക്ടർ ആണോ എന്ന് വെച്ചാൽ ഫൺ ഫാക്ടർ അല്ല. എനിക്ക് തോന്നുന്ന ഒരു ഫൺ ഫാക്ടറിനേക്കാൾ കൂടുതൽ ഒരു ഇത്തിരി യൂസബിൾ ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഗുണമുള്ള ഒരു വണ്ടി എന്ന് പറയാം. ഇപ്പോൾ എഫിഷ്യൻസി ആണല്ലോ മെയിൻ. അതായത് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1.5 ലിറ്റർ K സീരീസ് എഞ്ചിൻ ഓൾറെഡി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു 20 കിലോമീറ്റർ അടുപ്പിച്ച് ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനാണിത്. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ കൂടെ 6 സ്പീഡ് കൂടി ചേർന്നപ്പോഴേ അത്യാവശ്യം നല്ല ഒരു ഡ്രൈവബിൾ ആയതുള്ളത് ബ്രസീൽ നമ്മൾ കണ്ടതാണ്. കുറച്ചൊരു എന്താ പറയുക മിഡ് റേഞ്ചിൽ ഒത്തിരി കുറവ് തോന്നി. ലോ എൻഡ് എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല. ടോപ്പ് എൻഡ് വലിയ സീനില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ ഒരു ഇത്തിരി കൂടി നല്ല ട്യൂണിങ്ങിലാണ് ഈ എഞ്ചിൻ നിൽക്കുന്നത്. ഇപ്പോൾ പവർ ടോർക്ക് ഫിഗറുകളൊക്കെ പേപ്പർ നോക്കിയ സെയിം ഫിഗറൊക്കെ തന്നെ ആണെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഇടുന്നൊരു ഫീലാണ് ഞാൻ പറയുന്നത്. ഒരു ഇത്തിരി പഞ്ച് തോന്നിച്ചു. സ്റ്റിൽ എന്തൂസിയാസ്റ്റിക് അല്ല, ഒരു ഫൺ ഫാക്ടർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ആ ഒരു ഡ്രൈവബിലിറ്റിയാണ് ഉദ്ദേശിച്ചത്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്നാൽ ഓടിക്കാൻ രസമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഒരു 1.5 ലിറ്റർ K സീരീസ് എഞ്ചിനുള്ള മോഡലിനെ കാണാം. ഇപ്പോൾ K സീരീസ് എഞ്ചിനിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക് മാനുവൽ. കൂടാതെ ഹൈബ്രിഡിൽ ആ ഒരു എന്താ പറയുക ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അങ്ങോട്ട് വരുന്നില്ല. കാരണം ടൊയോട്ട ഉണ്ടാക്കിയിട്ട് മാരുതിക്ക് നൽകുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ വണ്ടിക്ക് കൈ വന്നിട്ടുള്ളത്. ഇപ്പോൾ അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്ന വലിയ പേരിൽ വന്നിട്ടുള്ള ആ വണ്ടിയുടെ മാരുതിയുടെ രൂപം എന്നൊക്കെ പറയാം. മാരുതിയുടെ എഞ്ചിൻ അവർ ഉപയോഗിക്കുന്നുണ്ട്, ടൊയോട്ട എഞ്ചിൻ മാരുതി ഉപയോഗിക്കുന്നുണ്ട്. അത് ഹൈബ്രിഡാണ്. ആ ഹൈബ്രിഡിലേക്ക് നമുക്ക് പറയാം ഇത് സ്മാർട്ട് ഹൈബ്രിഡാണ്. നമ്മുടെ ആ ഒരു ബാറ്ററി വെച്ചിട്ട് ആ ആൾട്ടർനേറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന, കൂടാതെ IST അതായത് ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ മോട്ടോർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പുള്ള ഒരു വണ്ടി. അപ്പോൾ ഒന്നൊരു കാലം കൊടുക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന ആ ഒരു ലേക്കിനെ ചുറ്റി തന്നെയാണ് കേട്ടോ. അതായത് ലേക്കുകളുടെ ഒരു നഗരം എന്നല്ലേ നമ്മൾ ഈ ഒരു ജോധ്പൂറിനെ നേരത്തെ പറഞ്ഞത്. അപ്പോൾ സസ്പെൻഷൻ കാര്യമാണ്. കാരണം മോശം റോഡുകളിൽ ഒരു പ്രശ്നവുമില്ലാത്ത വിധം ഗുണമുള്ള ഒരു കാര്യമായിട്ട് സസ്പെൻഷൻ കാണാം. നല്ല മെച്ചേർഡാണ്. കൂടാതെ 17 ഇഞ്ച് വീലുകളാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പോൾ ഒരു കാര്യമാണ്. ഇപ്പോൾ ഹാരിയർ പോലുള്ള SUV കൂടി കാണാത്തൊരു കാര്യം നമ്മൾ ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയെ കണ്ടു. അതായത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകളാണ്. അപ്പോൾ ഓൾ ഗ്രിപ്പിൻ്റെ ആ ഒരു ഗുണങ്ങളും ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകളും വലിയ വീലുകളും നല്ല മെച്ചൂർഡായിട്ട് സസ്പെൻഷൻ മാക്ഫേഴ്സൺ തട്ടും. ആ ഒരു ടോർഷൻ ബീം തന്നെയാണെങ്കിൽ കൂടി നല്ല മെച്ചൂർഡാണ്. മെച്ചൂർഡ് ഞാൻ പറയുമ്പോൾ ഈ ഒരു ഗട്ടറുകളും അല്ലെങ്കിൽ മോശം റോഡുകളിലൊക്കെ ഡിസ്മിസ് ചെയ്ത് അണ്ടേഷനൊക്കെ അറിയാണ്ട് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ബോർഡർ റോൾ ഉണ്ടോ വെച്ചാൽ ബോർഡർ റോൾ ഉണ്ട്. സ്റ്റിൽ ആ ബോർഡർ റോൾ അത്ര അറിയാവുന്ന തരത്തിലുള്ള ബോർഡർ റോൾ അല്ല. നമുക്കൊന്ന് കാല് കൊടുത്ത് ഓടിക്കുക വെച്ചാൽ. അപ്പോൾ ഞാൻ മാനുവൽ ഓടിച്ചപ്പോൾ നല്ല വെറുതെ ഒന്ന് കാല് കൊടുത്ത് നോക്കി. ഫസ്റ്റ് ഗിയറിൽ ഏകദേശം 50, സെക്കൻഡ് ഗിയറിൽ ഏകദേശം 70 കിലോമീറ്റർ. അപ്പോൾ എനിക്കൊന്ന് 0 to 100 അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയ വണ്ടി നല്ലത്. അതായത് 100 bhp കേബോ, അതായത് 103 PS എന്ന് പറയുന്നത് അത്ര വലിയൊരു പവർ അല്ല. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ഡ്രൈവിന് ഇത് തീർത്തും പര്യാപ്തമാണ്. ആ ഒരു കാര്യത്തിലാണ് ഈ വണ്ടിയുടെ ഒരു റിലവൻസ്. അപ്പോൾ ഇങ്ങനെ ചവിട്ടി കുത്തി കുന്നലിപ്പ് കാണിച്ച് ഓടിക്കുന്നതല്ല. എഫിഷ്യൻ്റ് ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ മുഖമുദ്ര. അപ്പോൾ ഹൈബ്രിഡ് ആണെങ്കിലും 30 കിലോമീറ്ററിനകത്ത് ഫ്യൂൽ എഫിഷ്യൻസി. ഈ ഒരു K സീരീസ് എഞ്ചിന് അത്യാവശ്യം ഓടിക്കാനുള്ള നല്ല ഡ്രൈവബിലിറ്റി. NVH ലെവലൊക്കെ വെൽ കണ്ടാണ്. സ്റ്റിയറിംഗ് സെൽഫ് സെൻറ്ററിംഗ് ഉണ്ട്. അത് നിങ്ങൾ ചോദിക്കാറുണ്ട് മാരുതി വണ്ടിക്ക് സ്റ്റിയറിംഗിൻ്റെ സെൽഫ് സെൻറ്ററിംഗ് ഉണ്ടോ? അതുകൊണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല ഫീലും ഫീഡ്ബാക്കും തരുന്ന സ്റ്റിയറിംഗ് ആണ് ഫോർ മാരുതി. അതൊരു ഗുണമായിട്ട് കാണാം. പിന്നെ ഈ ഒരു ത്രോട്ടിൽ ഇൻപുട്ടൊക്കെ കൊടുക്കുമ്പോൾ ആ റെസ്പോൺസൊക്കെ അത്യാവശ്യം നല്ല ക്രിസ്പാണ്. എനിക്ക് തോന്നുന്നേ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ആഹാ എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അത് വലിയ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ഡ്രൈവല്ല, എന്നാലൊന്നും ഒതുങ്ങി കൂടിയിട്ടുള്ള ഒരു ഡ്രൈവാണ്. അത് കാല് കൊടുത്താലേ ആ ഒരു
6400 RPM റെഡ് ലൈൻ മാർക്ക് ആണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഡ്രൈവ് മോഡിലാണെങ്കിൽ കൂടി നല്ല ത്രോട്ടിൽ റെസ്പോൺസും നല്ല ഒരു കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ശരിക്കും റെഡ് ലൈൻ വരെ എത്തി അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ മാനുവൽ മോഡ് തന്നെ വേണമെന്നില്ല റെഡ് ലൈൻ ചെയ്യാനായിട്ടുള്ളതാണ്. കൂടാതെ നമ്മൾ ആ ഒരു ചെറിയ ത്രോട്ടിൽ തത്തിക്കളിച്ച് ഓടിക്കുമ്പോൾ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, എന്തൂസിയാസ്റ്റിക് അല്ല, പക്ഷെ ഒന്ന് കാലൊക്കെ കൊടുത്ത് ഓടിക്കാം എന്നുള്ളതും പറയാം. അപ്പോൾ ഒരു SUV നോക്കുന്ന ആൾക്ക് എന്താണ് ബ്രസയിൽ നിന്നും കൂടുതൽ ഈ ഒരു ഗ്രാൻഡ് വിറ്റാര കിട്ടുക എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നമ്മൾ കണ്ടേക്കാം. അതായത് ഇത്തിരി പ്രൈസ് കൂടും, കാരണം ഇതൊരു എന്താ പറയുക, ആ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. കൂടാതെ 1.5 സെയിം എഞ്ചിൻ തന്നെയാണ്, 6 സ്പീഡ് ഗിയർ ബോക്സ് സെയിം ആണ്. ആ ഒരു കാര്യം പറയുമ്പോൾ ലുക്ക് മാറ്റേഴ്സ് ആൻഡ് സ്പേസ് മാറ്റേഴ്സ് എന്ന് പറയില്ലേ, അതായത് ബ്രസയും ഈ ഒരു വണ്ടിയും തമ്മിൽ ഗജാന്തരമുണ്ട് എന്ന് തന്നെ പറയാം. അതിനാണ് കാര്യം. അതായത് 1.5 ഈ ഒരു K സീരീസ് എഞ്ചിൻ ഓടിക്കാൻ രസമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓടിക്കാൻ രസം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാം എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. ഒരു ഇത്തിരി പവർ കുറവാണെന്നുള്ളത് സ്റ്റിൽ ഒരു കാര്യമായിട്ട് തന്നെ പറയാം. എന്നാൽ ഞാൻ ഒന്നുകൂടി ഒന്ന് കാലോടക്കാം കേട്ടോ. 6 സ്പീഡാണ്, കാലോടക്കാണ്. പോയി. അപ്പോൾ നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്, നല്ല ബ്രേക്കിംഗ് ഉണ്ട്, നല്ല സസ്പെൻഷനാണ്. ഗ്രാൻഡ് വിറ്റാര 1.5 ഫണ്ണില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് സ്പീഡ് നോക്കുകയാണ്. ആദ്യം നമുക്ക് ഡ്രൈവ് മോഡ് നോക്കാം. സ്പീഡ് ഓക്കെ, ഞാൻ ഒന്ന് കാലോടക്കാം. അതായത് ലോ എൻഡ് അത്യാവശ്യം നന്നായി പ്രോഗ്രസ് ചെയ്തു. മിഡ് റേഞ്ച് ഒരു ഇത്തിരി ഒന്ന് പതുങ്ങി, മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ഇത്തിരി കൂടി ഒരു എന്താ പറയുക പ്രോഗ്രസ് കാണിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ലോ എൻഡും മിഡ് റേഞ്ചും ടോപ്പ് എൻഡും ഒക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എന്തൂസിയാസ്റ്റിക് അല്ല. അതായത് കാര്യങ്ങൾ വൃത്തിയായി നടക്കുന്ന ഒരു വണ്ടി എന്നാണ് ഈ ഒരു 1.5 പറയാനുള്ളത്. അതാണ് രത്നം ചുരുക്കം. ഇതിൽ കൂടുതൽ കാലോടുത്ത് ഓടിക്കേണ്ട കാര്യമില്ല, കാരണം കാലോടുത്ത് ഓടിച്ചപ്പോൾ കിട്ടിയ ഫീൽ നിങ്ങൾ കണ്ടു. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും ഓടിക്കാനൊരു രസമൊക്കെ ഉണ്ട്. രസം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഉള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. പക്ഷേ ഒരിക്കലും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്നാൽ യാത്രാസുഖമുള്ള അത്യാവശ്യത്തിന് നല്ല ഒരു എന്താ പറയുക ഡ്രൈവബിലിറ്റി ഉള്ള NVH ഒരു കുറവായിട്ടുള്ളൊരു വണ്ടി. അതാണ് 1.5 ഈ ഒരു K സീരീസ് എഞ്ചിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ഒന്ന് കാലോടക്കാനുള്ള പരിപാടിയാണ്. കാലോടക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതായത് മാനുവൽ മോഡിലാക്കിട്ടെ. ഇപ്പം 3 M2 സെക്കൻഡ് ഗിയറിലൊന്ന് ലോ എൻഡ് മുതൽ അങ്ങോട്ട് പിടിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം 4000 RPM അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ വീണ്ടും ഒന്ന് ഡൗൺ ചെയ്തു 4 3 2. ഓട്ടോയ്ക്കൊന്നും വലിയ സീനില്ല. അതായത് മാനുവൽ മോഡ് പാഡ് ഷിഫ്റ്റുള്ളതുകൊണ്ടേ വലിയ ബുദ്ധിമുട്ടില്ല. കണ്ട ആ ഒരു എഞ്ചിൻ്റെ നോട്ടും അത്യാവശ്യം സ്പോർട്ടി നോട്ടാട്ടോ. ഞാൻ ഒന്നും കൂടി ഒന്ന് കാലോടുക്കാണ്. കാലോടുക്കാൻ പറയുമ്പോൾ ആ ഒരു ഡൗൺ ചെയ്ത കാലോടുക്കാണ് കണ്ടോ. ആ ഒരു ലോ എൻഡ് കഴിഞ്ഞാൽ 3000-4000 RPM ഒരു പ്രോഗ്രസ് ഇല്ല. അത് കഴിഞ്ഞ് 4000 RPM കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങ് കയറി പോകുന്നുണ്ട്. അതായത് മിഡ് റേഞ്ച് അത്ര പോരാട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ബ്രസയുടെ ആ ഒരു ഡ്രൈവിൽ മിഡ് റേഞ്ച് കൊള്ളാമെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ അത് എവിഡൻ്റ് ആണ്. മിഡ് റേഞ്ച് അത്ര പോരാ. മിഡ് റേഞ്ച് ഒരു ഇത്തിരി വീക്കാട്ടോ വണ്ടിയുടെ. അതായത് ലോ റേഞ്ച് കൊള്ളാം, കൂടാതെ ആ ഒരു ഹൈ അതായത് കൂടിയ RPM എത്തുമ്പോഴുള്ള ആ ഒരു സംഗതി കൊള്ളാം. മിഡ് റേഞ്ച് മാത്രം കുറച്ചൊരു പതുങ്ങലുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഏകദേശം 3ാമത്തെ ഗിയറിലാണ്. 3ാമത്തെ ഗിയറിൽ ഏകദേശം 120 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു സ്പീഡിൽ വരുമ്പോൾ ആ തിരിവൊക്കെ നമുക്ക് ശരിക്കും ടാക്കിൾ ചെയ്യാൻ പറ്റും. അതായത് വലിയ കാര്യമായിട്ടൊരു ബോഡി റോൾ ഇല്ല എന്ന് തന്നെ പറയാം. ബോഡി റോൾ കുറവാണ്. നല്ല മനോഹരമായ റോഡാട്ടോ ഉദയപൂരിലെ, ഒന്നും പറയാനില്ല. ഈ പശുക്കളും പട്ടിയുമാണ് നമ്മുടെ റോഡിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഞാൻ ഈ ഓൾ ഇന്ത്യ യാത്ര പോയപ്പോൾ അത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോഴും കണ്ടോ പശുക്കൾ. അപ്പോൾ ഒന്ന് കാലോട്ടെ. ഫസ്റ്റ് ഗിയറിൽ, സെക്കൻഡ് ഗിയറിൽ, തേർഡ് ഗിയറിൽ,
ഫോർത്ത് ഗിയറിൽ. അപ്പോൾ റോഡിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് മാനുവൽ മോഡ് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഫണ്ണുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ആ ഒരു 0 to 100 ഒന്ന് 13 സെക്കൻഡ് അടുപ്പിച്ചാണ് എനിക്കിപ്പോൾ ആ ഒരു സമയം തോന്നിയത്. ഞാൻ എന്തായാലും ആ ടൈമോടെ എഴുതി കാണിക്കാം. റോഡ് അത്യാവശ്യം നല്ല അൺഡുലേഷൻസ് ഉള്ള റോഡാണ്. അപ്പോൾ ഓടിക്കാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. See? 120 is a easy speed for this car. ഇംഗ്ലീഷ് പറഞ്ഞാൽ അതെ, 120 ഇതിൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാവുന്ന ഒരു സ്പീഡെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലെ കൂടെ വിളിക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ ലെവലുള്ളത്. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നമ്മൾ എന്തെങ്കിലും അറിയാലോ. അതായത് ഓഫ് റോഡ് ചെയ്തു, മാനുവൽ ഓടിച്ചു, ഓട്ടോമാറ്റിക് ഓടിച്ചു, ഇപ്പോൾ ഹൈബ്രിഡ് ഓടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.